പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു സംഗ്രഹമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. 12ാം അധ്യായം ആരംഭിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ പറഞ്ഞുകൊണ്ടാണ്. അവിടുന്ന് അരുളി ചെയ്തു, ഒരാൾ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അതിനു ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്കും സ്ഥാപിച്ചു. വേണ്ടതെല്ലാം ചെയ്തതിനു ശേഷം തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചു. മുന്തിരിത്തോട്ടത്തിന്റെ അവകാശി ദൈവമാണ്. തോട്ടം നട്ടുപിടിപ്പിച്ചത് ദൈവം. മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജനമാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകണം. എന്റെ പ്രിയനു വേണ്ടി അവന് തന്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എന്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിന്റെ മധ്യത്തിൽ അവൻ ഒരു കാവൽ മാടം പണിതു. മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. മുന്തിരിത്തോട്ടത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് ഇസ്രായേൽ ആകുന്ന മുന്തിരിത്തോട്ടത്തെ കുറിച്ചാണ്. തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി. ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കന്മാരാണ് ഇവിടെ കൃഷിക്കാരെന്ന് പറഞ്ഞേക്കുന്നത്. അവരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. തുടർന്ന് 2ാം വാക്യത്തിൽ പറയുന്നു, വിളവെടുക്കാൻ സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് തന്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യനെ അയച്ചു. എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. ഇവിടെ വിളവ് ശേഖരിക്കാനായിട്ട് അയച്ച ഭൃത്യൻ പ്രവാചകന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. കൃഷിക്കാർ അവനെ പിടിച്ചടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവനെ അവർ കൊന്നുകളഞ്ഞു. മറ്റു പലരെയും അയച്ചു. ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തെ ജീവിത നവീകരണത്തിലേക്കും തങ്ങളുടെ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിറവേറ്റാനും അനുതാപത്തിലേക്ക് അവരെ ക്ഷണിക്കാനും ഒക്കെ പ്രവാചകന്മാരെ കാലാകാലങ്ങളിൽ ദൈവം അയച്ചു. അവർ ഈ പ്രവാചകന്മാരെ ഒന്നും ശ്രമിച്ചില്ല. അപ്പോൾ തന്റെ പുത്രനെ അവർ മാനിക്കുമെന്ന് വിചാരിച്ച് പുത്രനെ അയച്ചു. ഇവൻ ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം. അപ്പോൾ അവകാശം നമ്മുടേതാകും. പിതാവായ ദൈവം തന്റെ ഏകജാതനെ അയച്ചാൽ അവർ മാനിക്കുമെന്ന് വിചാരിച്ചാണ് അയച്ചത്. ഇസ്രായേൽ ദൈവജനമാണ്. അവർ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയും തിരുഹിതം പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തപ്പോൾ ഉടമ്പടി നവീകരണത്തിനായി ദൈവം പ്രവാചകന്മാരെ അയച്ചു. അവസാനം തന്റെ ഏകജാതനെ അയച്ചു. അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞെന്ന് പറയാൻ കാരണം കർത്താവിനെ ക്രൂശിച്ചത് പട്ടണത്തിന് പുറത്താണല്ലോ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കർത്താവ് അവരോട് ചോദിച്ചു, ഇനി മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ചിട്ട് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. കർത്താവ് ചോദിക്കുകയാണ്, ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച കല്ലു തന്നെ മൂലക്കല്ലായി തീർന്നു. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. 118-ാം സങ്കീർത്തനം 22, 23 വാക്യങ്ങൾ ആണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. പണിക്കാർ ഉപേക്ഷിച്ച കല്ലെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് യേശുവിനെയാണ്. യേശുവിനെ അവർ ഉപേക്ഷിച്ചു. ദൈവം അവരുടെ പദ്ധതി തകർത്തിട്ട് മനുഷ്യന്റെ ബുദ്ധിയിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം വിസ്മയനീയമായി പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലാക്കി തീർത്തുകൊണ്ട് കർത്താവ് പുതിയ ഭവനം പണിതു. സഭയാകുന്ന പുതിയ ഇസ്രായേൽ, യേശുവാകുന്ന മൂലക്കല്ല്, യേശുവിൽ അടിസ്ഥാനമിട്ട് പുതിയ സമൂഹം, പുതിയ ഇസ്രായേൽ, ദൈവ മഹത്വത്തിന് ഉതകുന്ന
ഒരു ജനത്തെ ദൈവം വേർതിരിച്ചു. 12 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചു. എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു, അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി. ഈ ഉപമയിലൂടെ ദൈവം തന്റെ രക്ഷാകര പദ്ധതി ഒരു പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ്. 12-ാം അധ്യായത്തിലെ 2-ാമത്തെ വിവരണം. സുവിശേഷം പറയുന്നു, അവനെ വാക്കിൽ കൊടുക്കുന്നതിനു വേണ്ടി കുറെ ഫരിസേയരെയും ഹെരോദേസ് പക്ഷക്കാരെയും അവർ അവന്റെ അടുത്തേക്ക് അയച്ചു. അവർ വന്ന് അവനോട് പറഞ്ഞു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? ആണ്ടുതോറും റോമൻ ചക്രവർത്തിക്ക് നികുതി കൊടുക്കണം. ഈ നികുതിയോട് യോജിക്കാത്തവരുണ്ട്. കാരണം അവരുടെ ഭരണം തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത തീവ്രവാദികളായ യഹൂദരുണ്ട്. അവർ നികുതി കൊടുക്കത്തില്ല. ഹെരോദേസ് പക്ഷക്കാര് അനുകൂലികളാണ്, റോമൻ ഭരണത്തെ അനുകൂലിക്കുന്നവരാണ്. അവർ നികുതി കൊടുക്കും. ഫരിസേയര് റോമൻ ഭരണവും നികുതി കൊടുക്കുന്ന സമ്പ്രദായവും അംഗീകരിക്കുന്നില്ലെങ്കിലും അവർ നിർബന്ധം നിമിത്തം നികുതി കൊടുക്കും. എന്നാൽ തീവ്രവാദികളായ യഹൂദർ നികുതി കൊടുക്കത്തില്ല. യേശുവിന്റെ അഭിപ്രായം എന്തെന്നറിയാൻ, നികുതി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ റോമൻ ഭരണകൂടത്തിന് എതിരായി നിൽക്കുന്ന എതിരാളി എന്ന് ഇവർക്ക് കുറ്റം ആരോപിക്കാം. എങ്ങനെയെങ്കിലും യേശുവിനെ വാക്കിൽ കുരുക്കാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അവരുടെ കാപട്യം മനസ്സിലാക്കി യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനെന്നെ പരീക്ഷിക്കുന്നു? ഒരു ദെനാറ എന്റെ അടുത്ത് കൊണ്ടുവരിക. ഒരു ദെനാറയാണ് നികുതി കൊടുക്കേണ്ടത്. അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റെത് എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. എന്തിനാണ് യേശു അങ്ങനെ പറഞ്ഞത്? ഭരണാധിപന്മാർക്ക് ദൈവത്വം കൽപ്പിച്ച് ദൈവപുത്രരെന്ന് വിളിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ രീതി കർത്താവ് ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ആദരവും ദൈവത്തിന് കൊടുക്കുക, സീസറിൻ്റെത് സീസറിനും കൊടുക്കുക. അവർ യേശുവിനെ വാക്കിൽ കൊടുക്കാമെന്ന് ഓർത്താ വന്നത്. പക്ഷെ കർത്താവ് എത്ര വിവേകപൂർവം മറുപടി പറഞ്ഞു. ഈ 12-ാം അധ്യായത്തിലെ 3-ാമത്തെ വിവരണം പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വിവാദമാണ്. പുനരുത്ഥാനം ഇല്ലെന്ന് പറയുന്ന സദുക്കായർ യേശുവിനെ സമീപിച്ചിട്ട് അവനെ പരീക്ഷിക്കാൻ, കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്ന പോലെയാണ്. ഒരാളെ വിവാഹം കഴിച്ചു, അവൻ സന്താനങ്ങളില്ലാതെ മരിച്ചു. അവന്റെ സഹോദരൻ അവളെ വിവാഹം കഴിച്ചു. അടുത്തയാൾ ഇങ്ങനെ 7 പേരും അവളെ വിവാഹം കഴിച്ചു, 7 പേരും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും? യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ദൈവം ഉൾപ്പെടത്തിൽ നിന്ന് മോശയോട് അരുളി ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് പറഞ്ഞു, ഞാൻ അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ്. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടായിരുന്നു. വിശ്വസിക്കാത്ത വിഭാഗമാണ് ഈ സദുക്കായർ. 28 മുതലുള്ള വാക്യങ്ങളിൽ ഒരു നിയമജ്ഞൻ യേശുവിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏത്? നിയമാവർത്തന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് 1-ാമത്തെ കൽപ്പന. 2-ാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പന വേറൊന്നുമില്ല. യേശു ഈ മറുപടി പറഞ്ഞപ്പോൾ നിയമജ്ഞൻ പറഞ്ഞ മറുപടി, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും
അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെക്കാൾ മഹനീയമെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. യേശു അവൻ പറഞ്ഞ മറുപടി ബുദ്ധിപൂർവമാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല, പക്ഷെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ല. നിയമജ്ഞനോട് കർത്താവ് പറഞ്ഞ മറുപടി കേട്ട് പിന്നെ അവനോട് ചോദ്യം ചോദിക്കാൻ അവർ ധൈര്യപ്പെട്ടില്ല. 12-ാം അധ്യായത്തിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. അതായത് പിതാവായ ദൈവം പുത്രനോട്, എന്റെ കർത്താവ് എന്ന് പറഞ്ഞേക്കുന്നത് യേശുവിനോടാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിന്റെ പുത്രനാകുന്നത്? ക്രിസ്തു നിയമജ്ഞർ വിചാരിക്കുന്നത് പോലെ ദാവീദിന്റെ പുത്രനല്ല. യേശു വളരെ വ്യക്തമായി തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവന്റെ വാക്കുകൾ ശ്രവിച്ചു. ജനക്കൂട്ടങ്ങൾ എപ്പോഴും കർത്താവിന്റെ വാക്കുകൾ സന്തോഷത്തോടെ ശ്രവിക്കുക തന്നെയാണ്. യഹൂദ നേതൃത്വത്തിനാണ് ഇടർച്ച വരുത്തുന്നത്. അവരാണ് കർത്താവിനെതിരെ തിരിയുന്നത്. തുടർന്ന് കർത്താവ് നിയമജ്ഞരെ വിമർശിക്കുന്ന ഒരു വചനഭാഗമാണ് 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ശിഷ്യരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു. ഈ നിയമജ്ഞര് അവരുടെ അധികാരത്തിന്റെ പേരില് എല്ലായിടത്തും 1-ാം സ്ഥാനം കാക്ഷിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞു വെച്ചേക്കുന്നത്. അവർ മുഖ്യസ്ഥാനം സിനഗോഗുകളിൽ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. 40-ാം വാക്യം, എന്നാൽ അവർ ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ ലഭിക്കും. അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നുണ്ടോ? 12:41 മുതലുള്ള വാക്യങ്ങൾ. നമുക്ക് ആ വചനഭാഗം ശ്രവിച്ചതിന് ശേഷം 40-ാം വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവൻ ഭണ്ഡാരത്തിനെതിരെ ഇരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയും കാൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിന് ഉള്ള വക കൂടെ ആ വക മുഴുവനും നിക്ഷേപിച്ചു. ദരിദ്രയായ ആ വിധവയുടെ ഹൃദയപൂർവമായ സമർപ്പണം, തനിക്കുള്ളതെല്ലാം സമർപ്പിച്ചു ദൈവത്തിന്. എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നിയമജ്ഞരും പരിസയരും അല്ലെങ്കിൽ യഹൂദ പ്രമാണികള്, ധനികര്, അവർ വലിയ തുക നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് കർത്താവ് പരിസയരെയും നിയമജ്ഞരെയും കുറ്റപ്പെടുത്തുന്നത്. അവർ ബാഹ്യമായി കർത്താവിന്റെ വാക്കുകൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നു. പക്ഷെ അവരുടെ ഹൃദയം അവനിൽ നിന്ന് വളരെ അകലെയാണ്. നിയമങ്ങൾ അനുഷ്ഠിക്കുന്നു, അത് ഹൃദയപൂർവമല്ല. ഇവിടെ അവർ ദീർഘമായി പ്രാർത്ഥിക്കുന്നെന്ന് നടിക്കുന്നു, വലിയ തുകകൾ ദേവാലയത്തിൽ നിക്ഷേപിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ അതൊന്നും, ആ സമർപ്പണമൊന്നും ഹൃദയപൂർവമായ സമർപ്പണമല്ല. ഈ വിധവയുടെ ചില്ലിക്കാശിനോട് തുലനം ചെയ്യുമ്പോൾ അവരുടെ സമർപ്പണം ഒന്നുമല്ല. ഈ വിധവയുടെ സമ്പൂർണ്ണ സമർപ്പണം, ഹൃദയപൂർവമായ സമർപ്പണം, ഒന്നും മാറ്റിവെക്കാതെ തനിക്കുള്ളതെല്ലാം
ദൈവത്തിന്റെ തിരുമുൻപിൽ കാഴ്ചയായി സമർപ്പിക്കുന്നത്. കർത്താവ് ഈ വിധവയുടെ കാണിക്കയെ കുറിച്ച് പറയുമ്പോൾ ഇതിന് മറ്റൊരു വശമുണ്ട്. ആ മറ്റൊരു വശം 40-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 39-40 വാക്യങ്ങളിൽ നിയമജ്ഞരെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിൽ അവസാനം പറയുന്നു, അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ ലഭിക്കും. എന്തുകൊണ്ടാണ് അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നെന്ന് പറഞ്ഞത്? കാരണം അവർ ദീർഘമായി പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുകയും വിധവകളുടെ സ്വത്തുകൾ സംരക്ഷണത്തിന്റെ പേരിൽ അപഹരിക്കുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പേരിൽ അവരുടെ സ്വത്തുകൾ അപഹരിച്ചെടുക്കും. മറ്റൊന്ന്, അവർ വിധവകൾക്ക് നിയമം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ വലിയ ഭാരം അവരുടെ മേൽ വച്ചു കെട്ടും. ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നു. അതുപോലെ ദരിദ്രരായ വിധവകളും ഭണ്ഡാരത്തിൽ തുക അത്രയുമല്ലെങ്കിലും ശതമാനം വരുമ്പോൾ ഇത് നിർബന്ധപൂർവം ദേവാലയത്തിൽ നിക്ഷേപിക്കണം. യഥാർത്ഥത്തിൽ പാവപ്പെട്ട വിധവകൾ വളരെയേറെ ഭാരം വഹിക്കുന്നു. കാരണം ഉപജീവനത്തിനുണ്ടായിരുന്ന മാർഗം പോലും കൊണ്ട് സമർപ്പിക്കേണ്ടി വരുന്നു. നിയമം വ്യാഖ്യാനിച്ചുകൊണ്ട് അവർക്ക് വഹിക്കാൻ വയ്യാത്ത ഭാരം അവരുടെ മേൽ ചുമത്തും. ഇതാണ് അവർക്ക് ഇതിന് തക്ക ശിക്ഷ, കഠിനമായ ശിക്ഷ ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞേക്കുന്നത്. 2 സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. ദരിദ്രരെ ചൂഷണം ചെയ്യരുത്. മറ്റൊന്ന്, ഈ വിധവയുടെ ചില്ലിക്കാച്ചു പോലെ ഹൃദയപൂർവമായ സമ്പൂർണമായ സമർപ്പണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 13-ാം അധ്യായത്തില് ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചും കർത്താവിന്റെ ആഗമനത്തോട് ചേർന്നുള്ള ഭീകര ദുരിതങ്ങളെ കുറിച്ചും പറയുന്നു. 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഇതെല്ലാം സംഭവിക്കും, പക്ഷേ അതിനെല്ലാം മുമ്പ് ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ ആഗമനത്തിന്റെ സൂചനയായിട്ട് ആഗമനത്തിന് മുമ്പ് നടക്കേണ്ടതാണ് എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. യുഗാന്ത്യത്തെക്കുറിച്ചും അന്ത്യകാലത്തിലെ വേദനകളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആ ഭീകര ദുരിതങ്ങളുടെ കാലത്തെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് ഈ ഒരു കാര്യം പറഞ്ഞു വച്ചേക്കുന്നത്. 10 മുതലുള്ള വാക്യങ്ങൾ. ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുവിൻ. നിങ്ങളല്ല, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. കർത്താവിന്റെ വചനത്തോട് വിശ്വസ്തത കാട്ടുന്നവർ ഏതെല്ലാം പീഡനങ്ങൾ നേരിടേണ്ടി വന്നാലും അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് അവരെ നയിക്കും. അതാണ്, നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കും. ഈ ശിഷ്യർ തങ്ങളുടെ തന്നെ കുടുംബത്തിൽ നിന്ന് പോലും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എന്റെ നാമത്തെ പ്രതി എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഈ പീഡനങ്ങളിലൊന്നും പതറരുത് എന്നാണ് യേശു പറയുന്നത്. 24 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും. ഇതെല്ലാം വാച്യാർത്ഥത്തിൽ എടുക്കരുത്, മറിച്ച് അപ്പോക്കാലിപ്റ്റിക് ശൈലി, പ്രതീകാത്മകമായ ശൈലിയാണ്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തോട് അനുബന്ധിച്ച് ഈ പ്രപഞ്ചത്തിന് വ്യതിയാനങ്ങൾ ഉണ്ടാകും. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകും. ഭൂമുഖം നവീകരിക്കപ്പെടും. പഴയ ആകാശവും പഴയ ഭൂമിയും കടന്നു പോകും. നാം ഒരുങ്ങണം, ലോകത്തെ ഒരുക്കണം. അതിനെന്ത് ചെയ്യണം? ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കണം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും,
വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. ഈ സുവിശേഷ ചൈതന്യത്താൽ ലോകത്തെ രൂപാന്തരീകരിക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ദൈവവുമായി നമ്മൾ പരിപൂർണ ഐക്യത്തിലായിത്തീരണം. വിശ്വാസത്തിൽ വളർന്ന് ദൈവവുമായുള്ള ഐക്യം പ്രാപിച്ച് ലോകത്തിന് വലിയ രൂപാന്തരീകരണം നടക്കണം എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ, കർത്താവ് വാനമേഘങ്ങളിൽ മഹത്വപൂർണനായി വരും. കർത്താവ് മഹത്വപൂർണനായി വരും, രാജാവായി വരും. കാഹളധ്വനിയെല്ലാം രാജാവ് വരുമ്പോൾ അതിന്റെ അടയാളമാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവിടുന്ന് മഹത്വപൂർണനായി വരും. അവിടത്തെ പുനരാഗമനം സുനിശ്ചിതമാണ്. കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിനു വേണ്ടി തീഷ്ണതയോടെ വഴിയൊരുക്കുവാനും പരിശ്രമിക്കാനും കാത്തിരിക്കാനും നമുക്ക് കടമയുണ്ട്. ഇത് നമുക്ക് ഓർക്കാം. പൗലോസ് ശ്ലീഹ തെസലോനിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഉണർന്ന് സുബോധമുള്ളവരായി കാത്തിരിക്കാം. പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം. ഇത് നമ്മൾ മാത്യുവിന്റെ സുവിശേഷം പഠിച്ചപ്പോൾ വിശദമായി പഠിച്ചതാണ്. ഇനി ലൂക്കായുടെ സുവിശേഷം പഠിക്കുമ്പോൾ ഇതിലെ ചില വശങ്ങൾ കുറച്ചുകൂടെ വിശദമായി പഠിക്കും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം പഠിക്കുമ്പോൾ നമ്മൾ അത് പൂർത്തീകരിക്കും. അപ്പൊ ലൂക്കായുടെ സുവിശേഷവും യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷവും വരുമ്പോഴാണ് ഈ കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ച്, കുരിശുമരണം, അതിനെക്കുറിച്ചൊക്കെ ചില പ്രധാനപ്പെട്ട തലങ്ങൾ കൂടെ നമുക്ക് പഠന വിഷയമാക്കാനുള്ളത്. യേശുവിന്റെ അന്ത്യാത്താഴവും പരിശുദ്ധ കുർബാന സ്ഥാപനവും ലൂക്കായുടെ സുവിശേഷത്തിലാണ് കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മൾ മാത്യുവിന്റെ സുവിശേഷം പഠിച്ചപ്പോൾ അത് പഠിച്ചതാണ്. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അതൊന്നുകൂടെ പഠന വിഷയമാക്കാം. നമ്മള് മർക്കോസിന്റെ സുവിശേഷം ഇവിടെ ഉപസംഹരിക്കുകയാണ്. അനുഗ്രഹപൂർണമായ ഒരു ജീവിതം നയിക്കുവാനും കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കുവാനും ക്രിസ്തു രഹസ്യം ആഴത്തിൽ അടുത്തറിയുവാനും വേണ്ട കൃപ അവിടുന്ന് നൽകുവാനായി പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേ